യോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷിത് ഗെയിമിംഗ്. അപ്പോൾ കഴിഞ്ഞ ഒരുപാട് നീളങ്ങൾക്ക് ശേഷം നമുക്ക് കൊളാമി വീണ്ടും കുറേ പാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുൻപ് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. നോക്കട്ടെ എന്തൊക്കെ. ഫെർണാണ്ടോ ടോറസോ എന്തൊക്കെ പിക്കും ചോട്ടയും എന്താ വരാം. എന്തായാലും വല്ല പൊട്ടത്രൈറ്റിലെ കാർഡായി വരാം. നോക്കട്ടെ ഏതാണ്. ഫെർണാണ്ടോ ടോറസ് ആണ്. ഫെർണാണ്ടോ ടോറസ് അല്ല, ഫെർണാണ്ടോ ടോറസിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി നോക്കാം. ഫെറാൻ ടോറസ് സീനാണ്. ഇതേതാ ഇറ്റാലിയൻ ലീഗ് വിറ്റ് ഏതൊരാളെ കിട്ടിയിട്ടുണ്ട്. പേര് നോക്കിയാൽ ഇതാരാ? എന്തേലും കൂടി നമുക്ക് പ്രശ്നമല്ലല്ലോ. നമുക്കെന്താ ആളെ കിട്ടിയാൽ മതി. പിന്നെ 2 ചാൻസ് കിട്ടിയിട്ടുണ്ട്. എന്തിനോ കറക്കാൻ പോയി കറക്കിയേക്കാം. കറക്കി കിട്ടിയാൽ നല്ലതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നൊന്ന പാക്ക് എന്ന് പറയുന്നത് മാൾഡീനി, അതുപോലെ പോഗ്ബ 9th ആനിവേഴ്സറി ആയി വന്നതാണ്. പോഗ്ബ 50 ആൾക്കാരുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൽ നമ്മളെ കൊനാമി പ്രിയപ്പെട്ട 2 എൽബികളാണ് കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് എൽബിയില്ലായ്മ. നമുക്ക് എൽബിന് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് എൽബിയെ വേണം, അതുകൊണ്ട് നമ്മൾ എൽബി എടുക്കും ഗൈസ്. നമുക്ക് എൽബിയാണ് ആവശ്യം. ഓ മൈ ഗൈസ്, മറന്നു. അത് നമ്മൾ കറക്കാൻ പോവാണ്. എന്തായാലും ഒരു ഇതുമില്ലാതെ നമ്മൾ വെറുതെ കറക്കാൻ പോവാണ്. അത്ര ഉള്ളു ഗൈസ്. എന്തായാലും പൊട്ടത്തിന് തന്നെയാണ് ഉറപ്പല്ലേ. എൽബിനെ ഇട്ടിട്ടുണ്ട്. സീന എൽബിയാണ്. പോഗ്ബൻ്റെ കറക്കാം. എന്തായാലും ഒന്നും കിട്ടാൻ പോകണമെന്നില്ല. പോഗ്ബൻ്റെ കുറച്ച് ട്രിക്കായിട്ട് കറക്കാം. പോഗ്ബ സീനാണ് ഗൈസ്. എനിക്ക് അത്യാവശ്യമുള്ള ആളാണ് പോഗ്ബ. എൻ്റെ പഴയ അക്കൗണ്ടിലുണ്ടായിരുന്നു പോഗ്ബ. പോഗ്ബനാണ്. എല്ലാ ഗുരുക്കന്മാരെ എല്ലാ ദൈവങ്ങളെയും ആലോചിച്ച് എല്ലാ ഗെയിമിംഗ് പ്ലേസിനെയും ആലോചിച്ച് അവസാനം ഞാൻ കറക്കിയിരിക്കുന്നു. ഞാൻ ഓണ്ടിയിരിക്കുന്നു. CF പൊട്ടന്നെ തന്നെ കിട്ടിയിരുന്നു. എന്തായാലും നമുക്കിനി പോയേക്കാം. സങ്കടമുണ്ട്. സാറല്ല, ഇതിന് 2 ഇരട്ടിയായി ഞാൻ ചോദിക്കാൻ വരും ഗൈസ്. 2 ഇരട്ടിയായി. നിങ്ങൾക്കറിയാം നമ്മളുടെ ടീമിൽ മിനിറ്റ് ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ചേക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ നോക്കാം. എടാ കൊച്ചനിയ അയിമ അമർത്തല്ലേ. പിന്നെയും വന്നൂലേ. എടാ ചങ്ങായി ഇത് ഫോണ് കൊറേ നേരം ചൂടാകാൻ പറ്റില്ല കേട്ടോ. കാണുന്നുണ്ടോടാ ഗൈസ്, നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട്. ബലം കൊണ്ടോയിക്ക. കുറച്ച് സീനാണ്. അപ്പോൾ കുറച്ച് സൗണ്ടും വയലൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാനെൻ്റെ അനിയത്തിയുമായിട്ട് എൻ്റെ താത്തയുള്ള സൗണ്ടാണ്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു PvP മാച്ച് കളിക്കാൻ പോകും. അപ്പോൾ നമുക്ക് PvP മാച്ചിലോട്ട് കിടക്കാം. മറ്റേ ബൈ സീ യു. ഒരു മിനിറ്റ്. ബൈ സീ യു അല്ല, ഒരു നിമിഷം. ഓഫായനല്ലേ ഗൈസ്. എനിക്ക് ആഗ്രഹം ആ എൽബിനെ എങ്ങനെയും കിട്ടണം.
കാരണം നമ്മളിലൊരു LB ഇല്ല, CB ആണില്ലേ. CB തന്നെ എത്ര എങ്ങാനും ഉണ്ടെന്നോ. So we're all back together again, fresh still in our minds, those memories, the unbelievable highs, the unforgettable lows. And as the sides return to cross swords for the first time again, we just remind ourselves of the magic of this game. This is what it does to you. It keeps bringing you back, no matter what. Just listen to that noise. This place is definitely up for it. Let's hope we get a contest worthy of the setting. So straight into the action. Jim, who do you pick out as the telling individual today? Well, it's hard to ignore this guy like Rafaelio. Overall, you pick a goalkeeper as a potential match winner, but I think his consistency has to allow him an exception because I think he's just very solid in all aspects of his game and he has a great relationship with this defense. I think he will be a central feature, no doubt. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബും ലൈക്കും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ നെയ്മറാണ് നെയ്മറിന് മൊമെന്റ് ഡ്രിബ്ലിംഗ് ആണ് ഇപ്പൊ കുഴപ്പമില്ല. ബർബട്ടോന് കിട്ടിയില്ല ഗൈസ്. And the ball is out of play. Gabia. Oh look, this is about as tentative as it comes. Hopefully a football match will break out soon. Rijkaard. Oh, good spread. Now it's Torres. Now it's Doué. Neither of these two want to come off second best. Manchester United do seem to have a very clear game plan here, Jim. Yeah, they're set up to play those long balls from deep, Peter, at the front. Rijkaard! Oh, it's come off the upright. Off the street. ക്ലിയർ ഉണ്ടാവില്ലല്ലേ? എന്തെങ്കിലും ക്ലിയർ കൂടാനുള്ള മാർഗം ഉണ്ടോ നോക്കട്ടെ. ക്ലിയർ കൂടാനുള്ള മാർഗം അതാ പോണ മുമ്പ് ഒരാൾ വാ. വന്നോണ്ട് കിട്ടി. നെയ്മറാണ്. നെയ്മർ നമ്മളുടെ രീതിയും പോയത് കഴിഞ്ഞ നോമിനേഷൻ കോൺട്രാക്ട് അല്ല, സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്തോ. നോമിനേഷൻ എന്ന് പറയുന്ന മഞ്ഞ സാധനമാണ്. അടുത്ത നെയ്മറായി വരാൻ പോകുന്ന പാരീസിൽ ഇപ്പൊ കളിച്ച ഡുവേ എന്ന് പറയുന്ന ആള് എന്റെ ഈ ടീമിലുണ്ട്. റൈക്കാർഡിന്റെ ബാക്ക് കിട്ടിയതാ. ഹാഫിന് എന്തെങ്കിലും വല്ല മാറ്റം ഉണ്ടോ നോക്കട്ടെ. ടോറസിന് എന്തായാലും എടുക്കാൻ പറ്റൂല. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്യാമറ കുറച്ചും കൊണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ക്യാമറ അത്രക്ക് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും വല്ല വഴി ഉണ്ടോ നോക്കട്ടെ. അപ്പൊ ഈ വീഡിയോ ഇത്രക്കുള്ളൂ. ബാക്കി ഞാൻ മനസ്സിലാം. ഗൈസ്, നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇനി കണ്ടുപിടിച്ചായിരിക്കുന്നത്. കാരണം ഇതിൽ സ്ക്രീൻ റെക്കോർഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് 0-0 സ്കോറ്. എന്തായാലും നോക്കട്ടെ, ജയിക്കും ഉറപ്പ്. കൊനാമിയുടെ 9th ആനിവേഴ്സറി ആണ്. കളി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. പോട്ടെ. ഗൈസ്, വല്ലാത്തൊരു അവസ്ഥയിലാണ്. അയ്യോ ഗൈസ്, എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ ഒന്ന് പോസ് ആക്കട്ടെ.
later. അപ്പൊ ഗൈസ്, അയ്യോ ഗൈസ്, Oh, given വലിച്ചു away. നീട്ടി, And വലിച്ചു here's നീട്ടി. great chance. And he's മണ്ടത്തരം stuck കാട്ടി it ഗൈസ്, away. And the game has lit up. വലിയ A മണ്ടത്തരം horrible കാട്ടി blip. ഗൈസ്, A moment they could well have done വലിയ without. മണ്ടത്തരം. I think the defense really need to wake up എൻ്റെ here. ജീവിതത്തിൽ ആദ്യത്തെ മണ്ടത്തരമാണ് ഗൈസ്. എന്തായാലും കംബാക്ക് അടിക്കണം. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടുള്ളതല്ല. ഈ സമയത്ത് എനിക്ക് ആകെ ഒറ്റൊരു ഡയലോഗേ വരുന്നുള്ളൂ. KGF 1 പറയണതില്ലേ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. മുറിവേറ്റ സിംഹത്തിനേക്കാൾ അവന്റെ ഗർജനമായിരുന്നു. അങ്ങനെ എന്തോ ഡയലോഗാണ്, എനിക്കറിയില്ല. ഞാനെന്തായാലും പകുതി വെച്ച് കേട്ടിട്ടുള്ളൂ. എടാ ഗൈസ്, വലിച്ചു നീട്ടിയിട്ടുണ്ട്. അവന്മാര് സമയം കഴിച്ചാൽ നോക്കണ്, പക്ഷെ നമ്മളങ്ങനെ സമയം കഴിക്കില്ല. ഇനി അങ്ങനെ പറഞ്ഞ കൊനാമി സമയം കഴിച്ചല്ലേ. അവിടെ നെയ്മറെ എടുക്കത്, പാസ് പാസ്. സാധാരണ നമ്മളെ സമയം കഴിച്ചില്ലേ, ഇന്നിപ്പോ നേരെ തിരിച്ചായല്ലോ. ഫെറാൻഡോറസിന് കിട്ടിയതിന്റെ പ്രശേഷം വലിയ ആവശ്യമുണ്ടായിരുന്നു ആ ടോറസിന്. നെയ്മർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് എപ്പോഴാണ്? ഡോ ആണ് പാരീസിൽ ഇപ്പത്തെ നെയ്മറാണ്. ഇപ്പത്തെ നെയ്മർ മണ്ട് ഇപ്പത്തെ നെയ്മറിന് തീരെയും കിട്ടിയില്ല. 65 മിനിറ്റ് ആയി ഒറ്റടിക്ക്, 66 എന്നാലും 70 മിനിറ്റ് ആയി. ഞാൻ അങ്ങനെയാണ്, എപ്പം മിനിറ്റിന് കാര്യം പറഞ്ഞാലും. ഇപ്പോഴത്തെ എൽബി എന്ന് പറയണത് നമ്മളത് അഷറഫ് ആക്കണം. നമ്മുടെ അസറപ്പെ വലിച്ചു നീട്ടി പോണം ഇങ്ങോട്ട്. ഇപ്പോഴത്തെ ഫ്രീ അല്ലേ, 20 മിനിറ്റ് ഇട്ടാ. ഒന്നെങ്കിലും അടിച്ചണേ നമ്മള്, ഒന്ന് തള്ള അടവാങ്ക്. Fernando Torres. Torres ആണ് ഉണ്ടായിരിക്കും. Yeah, he's the main threat, so if he attracts Yeah, much of the attention, then others have to make hay. In the end, they found themselves penned in, nowhere to go. He's felt that, hasn't he? And it's Modric. He's beaten the last man. Well, this could be it. Something close to a minor miracle. Yeah, they're really playing in hope at this point, but hope is something you can always cling to. Manchester United really are showing all the necessary urgency, but it's potency they need. നമ്മൾ തോറ്റ് ഗൈസ്. Looking for the run. എൻ്റെ മണ്ടത്തരം കാരണം നമ്മൾ തോറ്റ്. പക്ഷേ ഒരിക്കലും നമ്മൾ പരാജയപ്പെടാറില്ല. ഒരു കോർണർ കിട്ടിയാൽ നമുക്ക് അതിരിക്കും മേലെയുള്ള ഇതിലും നിലനിന്ന് കിട്ടും. ഒരു ഫൗളിലും താടെ ഉണ്ണികള് വെറുതെ ബാള് കോച്ച്. ഇനി നടത്തുന്നൊരു പൊട്ടത്തരം കാട്ടല്ലേ. ബാഗ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ബോളാക്കാൻ അടിച്ചിടോ. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പോകുന്നില്ല. നമ്മളൊരു കളി കൂടെ കളിക്കുക. No shortage of endeavour, effort, at times effervescence, but just one goal to show for all of that. എന്തായാലും പോഗ്ബാനും ബലൊന്നും കിട്ടാൻ പോകുന്നില്ല. GP മാത്രം കിട്ടി. സെലക്ഷൻ കോൺട്രാക്റ്റ് ആണ് മെയിൻ നമുക്ക്. ഇതുകൊണ്ടൊന്നും നമ്മൾ തോൽക്കാൻ പോകുന്നില്ല. നമ്മൾ അഷറഫാണ് കാണുന്നത്. 100ന്റെ LB 371 മാച്ചസ് കളിച്ചു. എവിടെയാ ഫെറാൻ ടോറസ് ആണെന്ന് പോലും. ഏത് ടോറസ് ആണ്? ഇവനാണത്. കിട്ടി 91 ഗൈസ്. വേണ്ട, വേറെ നല്ല എത്രങ്ങാനും പ്ലേയേഴ്സ് നമ്മളെ ഇതിൽ കിടക്കുന്നുണ്ട്.
ഇവനും നല്ലതാണ്. പക്ഷെ നമ്മൾ ഡുവേന. വേറെ ഏതോ ഒരാളെ കിട്ടിയെന്നല്ലോ. അവനാണ് ഇത് തന്നെ. എന്താണ് വായിച്ചാൽ വാങ്ങിക്കല്ലോ ഗൈസ്. എന്തോ ഒരു പേരാണ്. ഓ എൻ്റെ പൊന്നേ. പക്ഷേ നമ്മളൊരു കളിയും കൂടെ കളിക്കോ. ഗൈസ് മാച്ച് തിരിച്ച് വീണ്ടും നമ്മൾ വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഗൈസ് ചിലപ്പോൾ വീഡിയോ ലെങ്ത് 5.53 ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ വീഡിയോ ഇതിൻ്റെ ഹാഫ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്കറിയാം വീഡിയോ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ ഇത് എഡിറ്റ് ചെയ്ത് ശരിയാക്കി നമ്മളെ ഇതുപോലെ വിടണമെങ്കിൽ, നല്ല ചെറുക്ക് വിടണമെങ്കിൽ എന്ത് ചെയ്യണം, കുറേ സമയം എടുക്കും. അപ്പം സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാഫിൽ വീഡിയോ കട്ട് ചെയ്യും. പ്ലീസ് അടുത്ത ഇതിൽ നമ്മളെന്തായാലും ഇതിലെന്തായാലും നമ്മളൊരു ഗോൾ ഇടും. അല്ലേ വേണ്ട ഗൈസ്, നമ്മൾ ഈ കളിയുണ്ട് ഫുള്ളാക്കും. എമറിയാണ് ഗൈസ്, എമറിയാണ്. RB ആണ് പോയത്. RB മൂഞ്ചിട്ടുണ്ട് ഗൈസ്. റാഷ്ഫോർഡിനൊക്കെ കൊല്ലാൻ പറ്റും. നെയ്മർ ഇവിടെ ഫെർണാണ്ടോ ടോറസിനെ കിട്ടിയിട്ടുണ്ട്. നെയ്മറിനെ കിട്ടി, പക്ഷെ നെയ്മറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കിട്ടി. ഡബിൾ ടച്ച് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. ഫെർണാണ്ടോ ടോറസ്, ഇത് കണ്ടോ അവരുടെ പേര്? കണ്ടോ ഫെർണാണ്ടോ ടോറസ് നമ്മുടെ പയ്യനാ. തലവാറ അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇത് ഓഫാക്കുകയാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും